നമസ്കാരം. വീട്ടമ്മാസിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ വീട്ടമ്മാസിൻ്റെ എപ്പിസോഡിലൂടെ മസാല കപ്പലണ്ടി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ മസാല കപ്പലണ്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ 1 കപ്പ് പച്ച കപ്പലണ്ടിയാണ് എടുത്തേക്കുന്നത്. അപ്പോൾ 1 കപ്പ് പച്ച കപ്പലണ്ടി ഇത് ഞാൻ ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ചൂടാക്കുകയാണ്, വറുക്കുന്നില്ല. വറുത്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിയാവത്തില്ല. ജസ്റ്റ് ഒന്ന് ചൂടാക്കുക, ഒരു 10-30 ഒരു മിനിറ്റോളം ഒന്ന് ജസ്റ്റ് ഒന്ന് ചെറിയ തീയിലിട്ട് ചൂടാക്കുക. ഇനി 1 കപ്പ് പച്ച കപ്പലണ്ടിക്ക് 1 കപ്പ് കടലമാവാണ് എടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു 1/4 കപ്പോളം അരിപ്പൊടി. അപ്പോൾ അരിപ്പൊടി ചേർക്കുന്നത് ഇതൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 2 ടീസ്പൂണോളം മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ചേർക്കാം. പിന്നെ പെരിഞ്ജീരകം, അതൊന്ന് ചതച്ചതാണ്. അപ്പോൾ മുളക് പൊടി കാശ്മീരി ചില്ലി വേണമെങ്കിൽ ചേർക്കാം, അപ്പോൾ നല്ല കളറ് കിട്ടും കേട്ടോ. പിന്നെ വെളുത്തുള്ളിയും ഇതുപോലെ ഒന്ന് നന്നായിട്ട് ക്രഷ് ചെയ്തത്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്തു. അതുപോലെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തു. ഇനി ഇത് നമ്മൾ കൈ വെച്ച് നന്നായിട്ടൊന്ന്, നമ്മൾ ഈ പുട്ടിന് വരത്തില്ലേ അതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് ഞെരടി കൊടുക്കുക. കാരണം വെളുത്തുള്ളിയും ബാക്കിയുള്ള പൊടികൾ ചേർത്തതും എല്ലാം നമ്മുടെ കടലമാവിൽ നന്നായിട്ടൊന്ന് പിടിക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ച് തിരുമ്മി പിടിപ്പിക്കുന്ന പോലെ അങ്ങ് പിടിപ്പിക്കുക. കാരണം വെളുത്തുള്ളി നമ്മളൊന്ന് ജസ്റ്റ് ക്രഷ് ചെയ്താണ് ഇട്ടേക്കുന്നത്, പെരിഞ്ജീരകമൊക്കെ ക്രഷ് ചെയ്താണ് ഇട്ടേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു ഫ്ലേവറൊക്കെ പൊടിയിൽ വരാൻ വേണ്ടിയിട്ടാണ് കൈവച്ച് തന്നെ ചെയ്യുന്നത്. അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് തിരുമ്മി പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കലക്കിയെടുക്കാം. അപ്പോൾ കുറേശ്ശെ മാത്രമേ വെള്ളം ഒഴിക്കാവൂ. വെള്ളം കൂടിപ്പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് ലൂസായി പോവും. ലൂസായി കഴിഞ്ഞാൽ നമ്മുടെ ഈ കപ്പലണ്ടിയിലൊന്നും കോട്ട് ചെയ്ത് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് മാവ് കുഴച്ചെടുക്കുക. അപ്പോൾ അതിൻ്റെ കൺസിസ്റ്റൻസി നോക്കിക്കൊള്ളണം, അതനുസരിച്ചിട്ട് വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. ഇപ്പോൾ വെള്ളം കൂടിക്കഴിഞ്ഞാൽ പിന്നെ വേറെ നമ്മുടെ പ്രൊപ്പോർഷനെല്ലാം തെറ്റിപ്പോവും, വേറെ പൊടി ഇട്ട് കഴിഞ്ഞാലും. അപ്പോൾ മാവ് കുഴച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കപ്പലണ്ടി, ചൂടാക്കി വെച്ചിരിക്കുന്ന കപ്പലണ്ടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതിൽ കപ്പലണ്ടിയിൽ എന്തെങ്കിലും അഴുക്ക് കപ്പലണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പെറുക്കി കളഞ്ഞേക്കണം. കപ്പലണ്ടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് ഈ മാവ് കപ്പലണ്ടിയിൽ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക, കുഴച്ചെടുക്കുക. അപ്പോൾ വെള്ളം വേണം, കുറച്ചുകൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഈ സ്റ്റേജിൽ നിങ്ങൾക്ക് ഉപ്പ്, എരിവ്, പെരിഞ്ജീരകം അതുപോലെ ഒരു നുള്ളു കായം കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അത് ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കായം കൂടി ഇട്ട്, ഒരു നുള്ളല്ല, ഒരു 1/4 ടീസ്പൂണോളം കായം ഇടാം. കായത്തിൻ്റെ മണം കുറച്ചൊന്ന് നിൽക്കുന്നത് നല്ലതാണ്. അപ്പോൾ ഒരു 2 നുള്ളു കായം ഇട്ടിട്ട് ബാക്കി ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി. അപ്പോൾ വെള്ളം അതിൻ്റെ അനുസരിച്ചിട്ട് കുറേശ്ശെ നമ്മൾ സ്പൂണിൽ കോരി ഒഴിച്ച് കുഴയ്ക്കുന്നതാണ് നല്ലത് കേട്ടോ. അപ്പം കൂടി പോവാതെ കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ നമുക്ക് കുഴച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതേ നമ്മുടെ മസാല കപ്പലണ്ടിയുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് വെച്ച് കൊടുക്കാം, ഒന്ന് മാരിനേറ്റഡ് ആയി കിട്ടാനായിട്ട് വെക്കാം. ഈ സമയം കൊണ്ട് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്തേക്കുക. അപ്പോൾ ഇനി ഞാൻ ഈ മസാല ഒരു പ്ലേറ്റിൽ ഇതുപോലെ ഇങ്ങനെ നിരത്തി ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എണ്ണയിലോട്ട് കപ്പലണ്ടി ഇടുമ്പോഴത്തേക്ക് ഓരോ കപ്പലണ്ടിയായിട്ട് പെറുക്കി ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇങ്ങനെ നമ്മൾ നിരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ കപ്പലണ്ടി ഇങ്ങനെ സെപ്പറേറ്റഡ് ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പ്ലേറ്റിൽ ഇങ്ങനെ ഒരു സ്പൂണ് വെച്ചിട്ട് നിരത്തി ഇങ്ങനെ കൊടുക്കുന്നത്. മറ്റേ കൈ വെച്ചിട്ട് അത് കഴിഞ്ഞിട്ട് കൈ വെച്ച് നുള്ളിപ്പെറുക്കി നമ്മുടെ ആ മാവിൽ നിന്ന് തന്നെ എടുത്തിടാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇതാകുമ്പോൾ കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് എടുത്തിടാനായിട്ട് സാധിക്കും. അപ്പോൾ ഒരു പാൻ വെച്ചു, എണ്ണ ചൂടാവുമ്പോഴത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഒരു പിടി ഫ്രഷ് കറിവേപ്പില ഒന്ന് വറുത്ത് കോരിയെടുക്കാം. അപ്പോൾ നമ്മുടെ കറിവേപ്പിലയുടെ ഫ്ലേവറൊക്കെ ആ എണ്ണയിലോട്ട് കിട്ടും, അതിന് വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ വെളുത്തുള്ളി, ഒരു പിടി വെളുത്തുള്ളി ചതച്ചത്, ജസ്റ്റ് ഒന്ന് തോടോടുകൂടി തന്നെ ചതച്ചതിട്ട് നമ്മൾ എണ്ണയിലിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ്. അപ്പോൾ വെളുത്തുള്ളിയുടെ ഫ്ലേവറും കൂടി കിട്ടും. ഓൾറെഡി നമ്മൾ വെളുത്തുള്ളി ചേർത്തിട്ടുണ്ട്, പക്ഷേ ഇങ്ങനെ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് നല്ല മൂത്ത വെളുത്തുള്ളി ഈ മസാല കപ്പലണ്ടിയിൽ കടിക്കാൻ കിട്ടുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതുപോലെ ചതച്ചത് നമ്മുടെ ആ മസാല കൂട്ടിലിട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല, അത് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് അതും. അപ്പോൾ അതേ വെളുത്തുള്ളിയെല്ലാം നമ്മൾ വറുത്ത് കോരിയിട്ടുണ്ട്.
ഇനി നമുക്ക് നമ്മുടെ കപ്പലണ്ടി ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ നീക്കിയിട്ട് കൊടുക്കാം എണ്ണയിലോട്ട്. അപ്പോൾ എണ്ണ ഒരു മീഡിയം, നല്ല ചൂടായതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിലോട്ട് കുറച്ചിടുക. കാരണം ഒരുപാടങ്ങ് കരിഞ്ഞ് മൂത്ത് കഴിഞ്ഞാൽ കപ്പലണ്ടിയുടെ ടേസ്റ്റ് കിട്ടത്തില്ല. അപ്പം മീഡിയം ഫ്ലെയിമിൽ എന്നാൽ നന്നായിട്ട് മൂത്ത് കിട്ടുകയും വേണം, കരിഞ്ഞും പോകാൻ പാടില്ല. അപ്പോൾ കുറച്ച് സമയം എടുക്കും, കാരണം കുറേശ്ശെ നമുക്ക് ഇട്ട് കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പോൾ കുറച്ച് സമയം എടുത്ത് തന്നെ നമുക്ക് വറുത്ത് കോരേണ്ടി വരും. അപ്പോൾ ഇതേ കണ്ടോ, മസാല കപ്പലണ്ടി ഫസ്റ്റ് ട്രിപ്പ് നമ്മൾ ഇതേ കോരിയെടുക്കുകയാണ്. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കപ്പലണ്ടി മുഴുവൻ ഇതുപോലെ കോരിയെടുക്കാമെന്നല്ല, ഇതുപോലെ വറുത്ത് കോരാം. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു ഈസി സ്നാക്കാണ് മസാല കപ്പലണ്ടി. നമ്മൾ ബേക്കറിയിൽ നിന്ന് കിട്ടുന്ന അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് വീട്ടിലും ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ചെയ്തതിന് ശേഷം അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ ഇതേ മസാല കപ്പലണ്ടി നമ്മൾ മൂപ്പിച്ച് കോരിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൽ കുറച്ച് പരിപാടിയും കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്യാം. കപ്പലണ്ടിയും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ കൂടി. അപ്പോൾ ഇതിലിപ്പോൾ നമ്മൾ വറുത്ത് കോരിയത് കാരണം ഒരു എണ്ണയുടെ ഒരു അംശമുണ്ട്. അപ്പോൾ കുറച്ച് നേരം ഒന്ന് ഇരുന്ന് കഴിയുമ്പം എണ്ണ എല്ലാം മാറി കിട്ടും, നല്ല ലുക്കാവും, കറക്റ്റ് ലുക്കാവും. നമ്മൾ കടയിൽ നിന്ന് മേടിക്കുന്ന അതേ ലുക്കിൽ കിട്ടും. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് മുളക് പൊടി, കുറച്ച് ഉപ്പ് കുറവാണെങ്കിൽ മാത്രം ചേർത്ത് കൊടുക്കുക, പിന്നെ കുറച്ച് കായം. അപ്പോൾ ആ ഒരു മണം ശരിക്കും നമ്മുടെ കപ്പലണ്ടിയിൽ ഇങ്ങനെ നിൽക്കും. മുളക് പൊടി ഇട്ട് കൊടുക്കുന്ന ആ ഒരു അപ്പിയറൻസ്, നല്ലൊരു ലുക്ക് കിട്ടാനാണ്, ചുമന്ന കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മളല്ലാതെ ആർട്ടിഫിഷ്യൽ കളറൊന്നും ചേർക്കണില്ല. പിന്നെ ഉപ്പ് കുറവാണെന്ന് തോന്നുമെങ്കിൽ ഒരു 2 നുള്ള് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ കായം അതുപോലെ ഒരു 2 നുള്ള് കായം കൂടി ഈ സ്റ്റേജിൽ ഇട്ട് കൊടുക്കുക. അപ്പം കായം ഇടുന്നത് നല്ല മണം കിട്ടും കേട്ടോ മസാല കപ്പലണ്ടിക്ക്. അതിന് വേണ്ടിയിട്ടാണ് ലാസ്റ്റ് സ്റ്റേജിൽ നമ്മൾ കുറച്ച് കായം ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഇനി ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. നമ്മുടെ മസാല കപ്പലണ്ടി റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ പ്ലീസ്. അതുപോലെ സൈഡിലുള്ള ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ പുതിയ അപ്ലോഡ്സ് കിട്ടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് കിട്ടത്തുള്ളൂ. അപ്പോൾ താങ്ക്സ് എ ലോട്ട് ഫോർ വാച്ചിങ്.